കർമ്മം ചെയ്യുക നമ്മുടെ ധർമ്മം, കർമ്മഫലം തരുന്നത് ഈശ്വരനല്ലോ എന്നാണ് ചൊല്ല്. നമ്മൾ എന്ത് കർമ്മം ചെയ്താലും അതിൽ നിന്ന് നമുക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. അതിൻ്റെ ഫലം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ അനുഭവിച്ചേ മതിയാകൂ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഞാൻ ജയശ്രീ ശ്യാംലാൽ, അധ്യാപികയാണ്, ഒരു എഴുത്തുകാരിയുമാണ്. എൻ്റെ 4 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാധവി, ഷേക്സ്പിയറിലൂടെ ഒരു യാത്ര, മിറിയം, ടാഗോർ, വീരകൾ തേടി. നമുക്ക് മഹാഭാരത കഥയിലേക്ക് ഒന്ന് കണ്ണോടിക്കാമെന്ന് പറഞ്ഞാണല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ നിർത്തിയത്. ഹസ്തിനപുരം എന്ന രാജ്യത്തിൻ്റെ കഥയാണ് മഹാഭാരത കഥ. രാജാവായിരുന്ന ശന്തനു ഒരിക്കൽ ഗംഗാദേവിയെ കാണുന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആദ്യ കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിന് ഗംഗാദേവിയോട് വല്ലാത്തൊരു പ്രണയം തോന്നുന്നു. വിവാഹാഭ്യർത്ഥന നടത്തുമ്പോൾ ഗംഗാദേവി ഒരു കരാറ് വയ്ക്കുന്നു. വിവാഹത്തിന് ഞാൻ സമ്മതം തരാം, പക്ഷേ ഒരു കണ്ടീഷൻ, ഞാൻ എന്ത് ചെയ്താലും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്ത് കരാറിനും ഒപ്പുവെക്കാൻ തയ്യാറായി നിൽക്കുന്ന പ്രണയ മനസ്സോട് നിൽക്കുന്ന ശന്തനു ഉടനടി തന്നെ കരാറ് സമ്മതിച്ചു. അവർ ഹസ്തിനപുരം രാജ്യത്തെ രാജ്ഞിയായി, പ്രജകളെല്ലാവരും സന്തോഷവതിയായി, രാജാവും സന്തോഷവാനായി. അവരത്യധികം സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ കടിഞ്ഞൂൽ മകൻ പിറന്നു. ഹസ്തിനപുരത്തെ അടുത്ത രാജാവ് പുതിയ തലമുറ വന്നല്ലോ എന്ന് ആശ്വസിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിനെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടത്. ഗംഗാദേവി നവജാത ശിശുവിനെയും എടുത്തുകൊണ്ട് നദിക്കരയിലേക്ക് നടക്കുന്നു. നിർദാക്ഷിണ്യം കുഞ്ഞിനെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയം തകർന്നുപോയി. അദ്ദേഹം എന്താണ് നീ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാൻ അദ്ദേഹത്തിന് കരാറ് പ്രകാരം സാധ്യമാകുമായിരുന്നില്ല. വീണ്ടും 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 ഗംഗാദേവി ഇത് ആവർത്തിക്കപ്പെട്ടു. 8ാമത്തെ പുത്രൻ ജനിച്ചപ്പോഴും ഗംഗാദേവി കുഞ്ഞിനെയും കൊണ്ട് നദിക്കരയിലേക്ക് പോയപ്പോൾ ശന്തനു മഹാരാജാവിന് നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം അവളോട് ചോദിച്ചു, നീ എന്ത് ക്രൂരതയാണ് ഈ ചെയ്യുന്നത്? നീ ഒരമ്മയാണോ? 10 മാസം ചുമന്ന് നൊന്ത് പ്രസവിച്ചിട്ട് അതിനെ നിഷ്കരുണം കൊല്ലുന്നു. ഇത് ഞാൻ ഇനി അനുവദിച്ചു തരില്ല. പുഞ്ചിരിച്ചുകൊണ്ട് ഗംഗാദേവി പറഞ്ഞു, അങ്ങ് കരാറ് തെറ്റിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞുകൊള്ളുക. കഴിഞ്ഞ ജന്മത്തിൻ്റെ കർമ്മഫലം അനുഭവിക്കുകയായിരുന്നു. കർമ്മക്കണക്ക് നമ്മൾ തീർക്കുകയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ അങ്ങ് മഹാഭാഷ എന്ന രാജാവും ഞാൻ ബ്രഹ്മാവിൻ്റെ പുത്രിയുമായിരുന്നു. നമ്മളൊരു സദസ്സിലിരുന്നപ്പോൾ ഞാനും അങ്ങും എല്ലാവരും ദേവന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. പെട്ടെന്ന് എന്നിൽ അങ്ങ് ആകൃഷ്ടനായി. ഞാൻ അങ്ങയിലും ആകൃഷ്ടയായി എന്ന് പറയുന്നതാണ് ശരി. ഒരു കാറ്റ് വന്നപ്പോൾ എൻ്റെ വസ്ത്രം മാറിയപ്പോൾ കാമക്കണ്ണുകളോടെ അങ്ങ് എന്നെ നോക്കി. അങ്ങയുടെ ആ നോട്ടം ഞാനും ആസ്വദിച്ചു. ഇത് കണ്ട ബ്രഹ്മാവ് കോപാകുലനാകുകയും രണ്ടുപേരെയും തൽക്ഷണം ശപിക്കുകയും ചെയ്തു. രണ്ടുപേരും അടുത്ത ജന്മത്തിൽ മനുഷ്യജന്മം എടുക്കുമെന്നും ഗംഗാദേവിയുടെ വേദന കൊണ്ട്, ഏറ്റവും ക്രൂരമായ പ്രവൃത്തി കൊണ്ട് ഇഞ്ചിഞ്ചായി മഹാഭിഷ രാജാവ് മനസ്സുരുകി ജീവിക്കും എന്ന് ശപിച്ചു. മഹാഭിഷ രാജാവിൻ്റെ 2ാം ജന്മമാണ് ശന്തനു മഹാരാജാവ്. അതിൻ്റെ കർമ്മക്കണക്ക് തീർക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് ഇപ്പോൾ. അതുകൂടാതെ മറ്റൊരു കർമ്മക്കണക്കും എനിക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രകൃതിയുടെ 8 ദേവന്മാരാണ് വസുക്കൾ. വസുക്കൾ ഒരിക്കൽ ഭൂമി സന്ദർശിക്കാൻ ഇറങ്ങി ഭാര്യമാരുമായിട്ടൊത്ത്. വസിഷ്ഠ മുനിയുടെ ആശ്രമം കണ്ടപ്പോൾ അവിടെ ഒരു സുന്ദരിയായ പശു നിൽക്കുന്നു, നന്ദിനി പശു. വസുക്കളിൽ പ്രഭാസിന്റെ ഭാര്യയ്ക്ക് ആ നന്ദിനി പശുവിനോട് ഒരു വല്ലാത്ത സ്നേഹം, അത് സ്വന്തമാക്കണമെന്ന് തോന്നി. അവൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് ആ നന്ദിനി പശുവിനെ വേണം. നമുക്കെന്തിനാണ് നന്ദിനി പശു? ദേവലോകത്തേക്ക് നമ്മൾ ഇതിനെ എങ്ങനെ കൊണ്ടുപോകും? കൊണ്ടുപോയിട്ട് തന്നെ എന്താണ് ഉപകാരം? മാത്രമല്ല വസിഷ്ഠമുനിയുടെ പ്രിയപ്പെട്ട പശുവാണ്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും. സാധ്യമല്ല, എനിക്ക് ആ പശുവിനെ കൂടിയേ തീരൂ. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി വസുക്കൾ ഈ പശുവിനെ മോഷ്ടിച്ചു കൊണ്ടങ്ങ് ദേവലോകത്തേക്ക് പോയി. വസിഷ്ഠ മുനി തിരിച്ചു വന്നപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട നന്ദിനി പശുവിനെ കാണുന്നില്ല. അദ്ദേഹം ദിവ്യദൃഷ്ടിയിൽ കണ്ടു വസുക്കൾ മോഷ്ടിച്ച് ദേവലോകത്തേക്ക് നന്ദിനിയെ കൊണ്ടുപോയത്. തൽക്ഷണം അദ്ദേഹം ശപിച്ചു. കോപം വന്നു കഴിഞ്ഞാൽ മുനിമാർക്കെല്ലാം ശാപമാണല്ലോ. തൽക്ഷണം അദ്ദേഹം ശപിച്ചു, നിങ്ങൾ അടുത്ത ജന്മത്തിൽ മനുഷ്യരായിട്ട് ജനിച്ച് നരകയാതന അനുഭവിക്കട്ടെ എന്ന്. ഈ വിവരമറിഞ്ഞ വസുക്കൾ
വസിഷ്ഠമുനിയെടുത്ത് വന്ന് കാല് പിടിച്ചപേക്ഷിച്ച്, എങ്ങനെങ്കിലും ഞങ്ങളെ ഈ ശാപത്തിൽ നിന്നൊന്ന് മോചിപ്പിക്കണം, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാണ്, ബുദ്ധിമോശം പറ്റിയതാണ്, ഒരിക്കലും ചെയ്തുകൂടാത്തതായിരുന്നു എന്നറിയാം, അങ്ങ് പൊറുക്കണം പ്ലീസ് എന്ന് പറഞ്ഞ് വസുക്കൾ വസിഷ്ഠമുനിയോട് മാപ്പപേക്ഷിച്ചു. കുറച്ച് ശാന്തനായ മുനി പറഞ്ഞു, പറഞ്ഞ വാക്കും എറിഞ്ഞ കൊള്ളിയും തിരിച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ. ശാപം ഞാൻ ഒരിക്കൽ തന്നുപോയത് എനിക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ അതിൽ കുറച്ച് ഇളവുകൾ വരുത്താം. നിങ്ങൾ മനുഷ്യജന്മം എടുക്കുക, പക്ഷേ എത്രയും വേഗം മരണം സംഭവിച്ച് തിരിച്ച് ദേവലോകത്തേക്ക് വരാം. അങ്ങനെ അവരെ അനുഗ്രഹിച്ചു വിട്ടു. പക്ഷേ പ്രഭാസ് ആയിരുന്നു ഈ മോഷണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ. പ്രഭാസ് മനുഷ്യനായി തന്നെ ജീവിക്കണം എന്നായിരുന്നു ശാപത്തിന് കൊടുത്ത ഇളവ്. ഈ 8 വസുക്കൾ ഗംഗാദേവിയെ കണ്ട് അവരുടെ ആവശ്യം പറഞ്ഞ് അപേക്ഷിക്കുകയാണ്. എങ്ങനെങ്കിലും ഞങ്ങൾക്കൊന്ന് മനുഷ്യജന്മം എടുക്കുവാനും ഉടനെ തന്നെ തിരിച്ച് ദേവലോകത്തേക്ക് വരുത്തുവാനും എന്തെങ്കിലും ഒരു ഉപദേശം, ഒരു മാർഗം തരണമെന്ന്. അവരുടെ അഭ്യർത്ഥനയുടെ ഫലമായിട്ടാണ് ഗംഗാദേവി മനുഷ്യജന്മം എടുത്ത് ഇവരുടെ എല്ലാം പുനർജന്മം, മനുഷ്യജന്മം എടുക്കുന്നു, അവരെ കൊല്ലുന്നു, ദേവലോകത്തേക്ക് വിടുന്നു. പക്ഷേ 8ാമത്തെ വസുവിന്റെ പുനർജന്മം അത് പ്രഭാസിന്റെ പുനർജന്മമായിരുന്നു. പ്രഭാസിനെ ശാപത്തിൽ നിന്നും അദ്ദേഹം മോക്ഷം നൽകിയില്ല. കാരണം അദ്ദേഹമായിരുന്നു മോഷണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ. എന്നിരുന്നാലും ചില ഇളവുകളൊക്കെ ചെയ്തു കൊടുത്ത് മനുഷ്യജന്മം എടുത്ത് ജീവിക്കുക, ദീർഘായുസ്സോടെ ജീവിക്കുക, നല്ലൊരു പിതാവിന്റെ പിതൃസ്നേഹമുള്ള പുത്രനായിട്ട് ജീവിക്കുക, എല്ലാവിധ സർവഗുണ സമ്പന്നനും ജനതയാൽ ലോകത്തിലുള്ള എല്ലാവരാലും നല്ല അഭിപ്രായമുള്ളവനായും നല്ല ജന്മം തന്നെ ആയിരിക്കും എന്ന് ആശീർവദിച്ചു. പക്ഷെ മനുഷ്യജന്മം എടുത്തേ പറ്റൂ. അങ്ങനെ 8ാമത്തെ പുത്രനെയും കൊണ്ട് ഗംഗാദേവി പോകുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ജന്മത്തിൽ മഹാഭിഷ രാജാവിന്റെ കാമക്കണ്ണുകൾ കൊണ്ട് ഗംഗയെ നോക്കിയപ്പോൾ അതിന്റെ ഫലം, ആ കർമ്മത്തിന്റെ ഫലമാണ് വേദനയായിട്ട് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വന്നത്. അതുപോലെ മോഷ്ടിച്ചു, കഴിഞ്ഞ ജന്മത്തിൽ ഒരാളുടെ ഏറ്റവും സ്വകാര്യവും അത്രമേൽ സ്നേഹത്തോടെയും വളർത്തുന്ന ഒരു പശുവിനെ, അത് അയാളുടെ ഒരു വികാരമാണ് ആ പശു, അതിനെയാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത്, വെറും ഒരു പശുവിനെയല്ല. അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയ തീവ്രമായ മോഷണ കുറ്റത്തിന്റെ കർമ്മഫലമാണ് അടുത്ത ജന്മത്തിൽ, പ്രഭാസിന്റെ അടുത്ത ജന്മത്തിൽ ദേവവ്രതനായിട്ട് ജനിക്കുന്നത്. നമ്മൾ ഒരു പന്ത് എറിഞ്ഞാൽ, ഒരു പന്ത് മതിലിലേക്ക് എറിഞ്ഞാൽ തീർച്ചയായിട്ടും അത് തിരിച്ചു വരും. ചിലപ്പോൾ ഉടനെ തിരിച്ചു വരും, അല്ലെങ്കിൽ കുറച്ചും സമയം കഴിഞ്ഞ് തിരിച്ചു വരും. അതുപോലാണ് കർമ്മങ്ങൾ. നമ്മളൊരു കർമ്മം ചെയ്താൽ ആ കർമ്മം ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ അനുഭവിച്ചു തന്നെ തീർക്കണം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഇത്രയും നേരം എന്നെ കണ്ട കണ്ണുകൾക്കും കേട്ട കാതുകൾക്കും സ്നേഹം, നന്ദി. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കഥയുടെ ബാക്കി ഭാഗവുമായി കാണാം.